വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 12, 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സാബത്തിനെ കുറിച്ച് വിവാദം. അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഫരിസേയർ ഇതു കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാബത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നതെങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ സാബത്തിന്റെയും നാഥനാണ്. യാന്ത്രികമായ നിയമാനുഷ്ഠാനത്തെക്കാൾ ചൈതന്യവത്തായ ജീവിതമാണ് ദൈവത്തിന് കൂടുതൽ സ്വീകാര്യം. നിയമത്തിന്റെ അർത്ഥവും പ്രസക്തിയും മനസ്സിലാക്കാനാവാതെ കേവലം യാന്ത്രികമായി അവ അനുഷ്ഠിക്കുന്നതിനേക്കാൾ അർത്ഥപൂർണമായും വിവേകത്തോടു കൂടിയും നിയമങ്ങളുടെ പൂർത്തീകരണം ജീവിതത്തിൽ സാധിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് സ്വീകാര്യത കൂടുതൽ ഉണ്ടാക്കാനിടവരിക എന്നുള്ള ക്രിസ്തു ദർശനം വ്യക്തമാക്കുന്ന ഒന്നാണ് ഇന്നത്തെ സുവിശേഷം എന്ന് നമുക്ക് കാണാം. ശിഷ്യന്മാരൊത്ത് യേശു ഒരു സാബത്ത് ദിനത്തിൽ യാത്രയ്ക്കിടയെ ഒരു ഗോതമ്പ് വയലിൽ കൂടെ കടന്നു പോകാനിടവരുന്നു. ശിഷ്യന്മാർ വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിതരായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിളഞ്ഞുകിടക്കുന്ന ഗോതമ്പ് കതിരുകൾ കണ്ടപ്പോൾ അവർ ഏതാനും കതിരുകൾ പറിച്ച് കയ്യിലിട്ട് തിരുമ്മി വായിലിട്ട് അവർ ചവച്ചു. ഇവരുടെ ഈ നടപ്പും പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു പറ്റം ഫരീസയർ സമീപത്ത് നിൽപ്പുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അവർ ശിഷ്യന്മാരുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ട് വളരെ ക്ഷോഭിതരായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അവരുടെ ചിന്തയനുസരിച്ച് ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത സാബത്ത് നിയമം യേശുവിന്റെ ശിഷ്യന്മാർ ലംഘിക്കുന്നതായിട്ടാണ്, അതിനുള്ള തെളിവെന്ന വിധത്തിലാണ് ഈ ഒരു കൃത്യത്തെ അവർ നോക്കിക്കണ്ടത്. ജോലി ചെയ്യരുത് എന്ന സാബത്ത് നിയമം ഗൗരവബുദ്ധിയ ഇവർ ലംഘിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് അതിനവർ വ്യാഖ്യാനം കൊടുത്തത്. ഈ കതിര് പറിക്കുന്നതിനെ കൊയ്ത്തായിട്ടും കയ്യിലിട്ട് അത് തിരുമ്പിയതിനെ ഗതിയായിട്ടും വായിലിട്ട് ചതച്ച് അത് തിന്നാനിടവന്നതിനെ ഭക്ഷണം പാകം ചെയ്യുന്നതിനോടും അവരെ താരതമ്യപ്പെടുത്തി സാബത്ത് നിയമം വളരെ ഗൗരവമായ രീതിയിൽ യേശുവിന്റെ ശിഷ്യന്മാർ ലംഘിച്ചിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ അടുത്ത് തന്നെ നേരിൽ വന്ന് അതൊരു വിവാദമാക്കുകയാണ് ഫരീസയർ. ഫരീസയരോട് യേശു തുറന്ന് സംസാരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഈ യാന്ത്രികമായ അനുഷ്ഠാനത്തിൽ പ്രീതി കണ്ടെത്തുന്നവനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും യേശു പഴയ നിയമത്തിലുള്ള ദാവീദ് രാജാവിന്റെ കൂട്ടുകാരുടെയും ഉദാഹരണങ്ങളും അവരുടെ തന്നെ ഇടയിലുള്ള പുരോഹിതന്മാരുടെ പ്രവർത്തനങ്ങളും എടുത്തു കാണിച്ചുകൊണ്ട് അവരുടെ ദുർവ്യാഖ്യാനത്തിന്റെ അപഹാസ്യത യേശു അവരുടെ മുമ്പിൽ എടുത്തു കാണിക്കാനിടവരുന്നു. എന്നിട്ട് യേശു പറയുന്നു, യഥാർത്ഥത്തിൽ യാന്ത്രികമായ അനുഷ്ഠാനം അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിയമത്തിന്റെ അർത്ഥവും പ്രസക്തിയും മനസ്സിലാക്കി ജീവിതത്തിൽ കാരുണ്യവും പ്രവർത്തനങ്ങളിൽ സ്നേഹവും പുലർത്താൻ ഇടവരിക, ഇതാണ് ദൈവത്തിന് കൂടുതൽ സ്വീകാര്യത നൽകുന്നത് എന്ന് യേശു പറയുന്നു. അതോടൊപ്പം യേശു പറയുന്നു, സാബത്ത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു നിയമമാണ്. ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള സൗകര്യം മനുഷ്യന് കൊടുക്കുന്നതിനും നന്മ പ്രവർത്തികൾ ചെയ്യുന്നതിനുമായിട്ട് ആ നിയമം അതിനായിട്ട് വേണം അനുഷ്ഠിക്കാൻ. തുടർന്ന് യേശു പറയുന്നു, ആ സാബത്തിനേക്കാൾ വലിയവനാണ്
ആ ശാബത്ത് നിയമം നൽകിയ കർത്താവ് തന്നെയാണ് താൻ എന്ന ആ സത്യം അവരുടെ മുമ്പിൽ പരോക്ഷമായിട്ട് യേശു വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ട് യേശു നിത്യസനാതനമായ സത്യം അവരെ പഠിപ്പിക്കുന്നു. ശാബത്ത് നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ എന്തുമാകട്ടെ, അവയെല്ലാം മനുഷ്യനു വേണ്ടിയാണ് ദൈവം നൽകിയിരിക്കുന്നത്. ശാബത്ത് നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങൾക്ക് വേണ്ടി ബലിയാടാകാൻ ഇടവരരുത്. ദൈവഹിതം അതല്ല എന്ന് അവരെ പഠിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ആ വിവാദത്തെ യേശു മാറ്റുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ സന്ദേശം.